എല്ലാ കൂട്ടുകാർക്കും കരിയസപ്പിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന് കീഴിൽ നിരവധി വേക്കൻസികൾ റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്നത് ബിടെക് പഠിച്ച ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ ഡിപ്ലോമ പഠിച്ച ഉദ്യോഗാർത്ഥികൾ, അതുപോലെ തന്നെ ITI പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കും അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടത് മാർച്ച് 16-ാം തീയതിയാണ്. 2 നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ പോസ്റ്റും അതുപോലെ തന്നെ അതിലേക്കുള്ള വയസ്സളവ് കാര്യങ്ങളും സാലറി സ്കെയിലൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തേലാണ് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. നമുക്ക് 2 കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുന്നത് ടെക്നിക്കൽ സ്റ്റാഫ് എന്ന തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒഴിവുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 2021-2022 സെമസ്റ്റർ വർഷത്തേക്കാണ് നിയമനം വരുന്നത്. 27 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതിൻ്റെ സാലറി വരുന്നത് 13,750 രൂപ. ബിടെക്കാർക്ക്, അതുപോലെ ഡിപ്ലോമക്കാർക്ക്, അതുപോലെ തന്നെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ 13,750 രൂപ ഒരു വർഷത്തേക്കാണ് നിയമനം വരുന്നത്. ഓരോ മാസം നിങ്ങൾക്ക് 13,750 രൂപ വെച്ച് നിങ്ങൾക്ക് ലഭിക്കും. ITIക്കാർക്ക് 11,000 രൂപ വെച്ചാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇമെയിലായിട്ടാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരൊരു അപേക്ഷ ഫോറം തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് ഈ പറയുന്ന ഇമെയിൽ IDയിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മെയിൽ ചെയ്ത് കൊടുക്കേണ്ടത്. അത് അവസാന തീയതി മാർച്ച് മാസം 26-ാം തീയതിയാണ്. അപ്പോൾ യോഗ്യതരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ, തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസികൾ വരുന്നത്. അപ്പോൾ ഒരുപാട് പോസ്റ്റുകളുണ്ട്. അപ്പോൾ പോസ്റ്റുകളൊക്കെ ഷോർട്ട് നെയിം ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. TS MEC എന്ന പോസ്റ്റിലേക്ക് 3 ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സാവണം. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായ ആൾക്കാർക്ക് അയക്കുക. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ CNC കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ TS കാർപ്പൻറ്റർ എന്ന പോസ്റ്റിലേക്കാണ് വരുന്നത്. IT ട്രേഡ് സർട്ടിഫിക്കറ്റ് NCVT ഉണ്ടായിരിക്കണം. അതുപോലെ കാർപ്പൻറ്റർ അല്ലെങ്കിൽ പാറ്റേൺ മേക്കിംഗ് അറിഞ്ഞിരിക്കണം. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ TS MET എന്ന പോസ്റ്റിലേക്ക് വരുന്നത് ബിടെക് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെറ്റൽ അലർജിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ടാവണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ TS MMV എന്ന പോസ്റ്റിലേക്ക്, അതായത് മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ എന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് IT ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം MMVയിൽ, അല്ലെങ്കിൽ മെക്കാനിക് ഡീസൽ NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. വെൽഡ് എന്ന പോസ്റ്റിലേക്ക്, TS വെൽഡ് എന്ന പോസ്റ്റിലേക്ക് അപ്പോൾ COE സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ഫാബ്രിക്കേഷൻ, അതുപോലെ ഫിറ്റിംഗ് ആൻഡ് വെൽഡിങ് ഓർ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് NCVTയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ TS ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന പോസ്റ്റിലേക്ക് ബിടെക് ഡിഗ്രി പാസ്സാവണം. അത് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ മെക്കട്രോണിക്സ് എന്ന പോസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് TS കമ്പ്യൂട്ടർ എന്ന പോസ്റ്റിലേക്ക് ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ MCA വിത്ത് ഫസ്റ്റ് ക്ലാസ് ഓടുകൂടി പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ അപേക്ഷിക്കാം. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. PHP അല്ലെങ്കിൽ ഡാറ്റാബേസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ജാവ, പ്രൊജക്റ്റ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് എന്ന് പറയുന്നതിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് അപേക്ഷാ ഫോറം തന്നിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത ശേഷം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇമെയിലായിട്ട് ഇവർ തന്ന ഈ ഇമെയിൽ IDയിലേക്ക് 26/3/2022 മുമ്പ് എത്തുന്ന രീതിയിൽ മെയിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാവരും അപേക്ഷിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.